വെനസ്വേല US സംഘർഷവുമായി ബന്ധപ്പെട്ടാണ്. വെനസ്വേലയ്ക്കെതിരെ ആക്രമണ ഭീഷണി ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക. വെനസ്വേലയുടെ വ്യോമ മേഖല അടച്ചതായി കണക്കാക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. പ്രധാന വിമാന കമ്പനികൾ ഈ മേഖലയിലെ സേവനവും അവസാനിപ്പിച്ചു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ വിവരങ്ങൾ നൽകാനായി ചേരും. സുഹൈൽ, ഗുഡ് മോർണിംഗ്. ഈ വെനസ്വേല രണ്ടാം ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വന്നപ്പോൾ തന്നെ വെനസ്വേലയ്ക്കെതിരെയും പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയ്ക്കെതിരെയും ഒരു തരത്തിൽ പ്രചാരണമൊക്കെ ശക്തമാക്കിയിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ടാണ്. അതിൽ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയ്ക്കെതിരെ തന്നെ വ്യക്തിപരമായി പോലും ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ആ ആരോപണങ്ങളും കാര്യങ്ങളുമൊക്കെ വലിയൊരു സംഘർഷത്തിലേക്ക് എത്തി നിൽക്കുന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. നിലവിലെ അപ്ഡേറ്റ്സുകൾ എങ്ങനെ കണക്കാക്കാം സുഹേൽ? ഇൽസി, ഗുഡ് മോർണിംഗ്. 8 മാസം കൊണ്ട് 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ് സ്വന്തമായ ഒരു യുദ്ധമുഖം തുറക്കുകയാണ്. അത് വെനസ്വേലയ്ക്കെതിരെയാണ്. വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ പുറത്താക്കാനുള്ള നീക്കങ്ങൾ അമേരിക്ക ശക്തമാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അത് വെറും റിപ്പോർട്ടുകൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രസ്താവന അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. വെനസ്വേലയ്ക്ക് മുകളിലും അതിന് ചുറ്റുമുള്ള വ്യോമ ഗതാഗതം അത് പൂർണ്ണമായും ഞങ്ങൾ അടക്കുകയാണ്. അത് അപകടകരമാണ്. അതുകൊണ്ട് പൈലറ്റുമാരും വിമാന കമ്പനികളും എല്ലാവരും സൂക്ഷിക്കുക എന്ന അർത്ഥത്തിൽ ട്രൂത്ത് സോഷ്യൽ ട്രംപ് ഒരു പോസ്റ്റ് ഇട്ടു. അതിനെ തുടർന്ന് പ്രധാനപ്പെട്ട വിമാന കമ്പനികളെല്ലാം തന്നെ ആ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കി വിമാന സർവീസ് അവസാനിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിന് ആ വിമാന കമ്പനികൾക്കെതിരെ നടപടിയെടുത്തുകൊണ്ടാണ് മദുറോ തിരിച്ചടിച്ചത്. ആ വിമാന കമ്പനികളൊന്നും ഇനി വെനസ്വേലയിലേക്ക് വരേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ് നിക്കോളാസ് മദുറോ ചെയ്യുന്നത്. ഏതായിരുന്നാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വെനസ്വേലയും US തമ്മിലുള്ള പോര് ശക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കടൽ തീരത്ത് പല ബോട്ടുകളെയും US പിടിച്ചെടുക്കുന്നു. 80ഓളം പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. US ലഹരിക്കടത്ത് എന്നുള്ളതാണ് ആരോപണം എങ്കിലും യഥാർത്ഥത്തിൽ അതല്ല കാരണം എന്ന് നമുക്കറിയാം. കഴിഞ്ഞ കുറെ കാലങ്ങളായി നിക്കോളാസ് മദുറോയെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ അവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ എല്ലാ സർക്കാരുകളും നടത്തിയിട്ടുണ്ട്. ട്രംപ് അതിന് മുമ്പിൽ നിൽക്കുകയാണ്. ലഹരിക്കടത്താണ് ഒരു കാരണമായി പറയുന്നത്. 2019 മുതൽ തന്നെ കാർഗോ വിമാനങ്ങൾക്ക് വെനസ്വേലയിൽ നിന്ന് US അനുമതിയില്ല. ഇപ്പോൾ പൂർണ്ണമായും പലതരത്തിലുമുള്ള ആക്രമണം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 21 ബോട്ടുകൾ ഞാൻ സൂചിപ്പിച്ചു. ഇപ്പോൾ 1989 പാനമ ആക്രമണത്തിന് ശേഷം ഏറ്റവും വലിയ ഒരു സൈനിക വിന്യാസം ഈ മേഖലയിൽ, അതായത് വെനസ്വേലയോട് ചേർന്നുകൊണ്ട് US നടത്തുകയാണ്. 15,000 സജീവമായി സൈനികരുടെ സാന്നിധ്യം അവിടെ ഉറപ്പാക്കിയിരിക്കുന്നു. ഏത് സമയവും വെനസ്വേലയെ ആക്രമിക്കാൻ പറ്റാവുന്ന തരത്തിലേക്ക് സൈനിക സന്നാഹങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയറായ USS ജെറാൾഡ് ഫോർഡിനെ തന്നെ ഏത് സമയവും അറ്റാക്ക് ചെയ്യാൻ പറ്റാവുന്ന തരത്തിൽ ആ മേഖലയിൽ നിരത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആക്രമണവും അതേപോലെ തന്നെ ഈ ഭീഷണിയെയും എല്ലാം കൊളോണിയലിസ്റ്റ് ഭീഷണി എന്നാണ് നിക്കോളാസ് മദുറോ വിശേഷിപ്പിക്കുന്നത്. ഒരു തരത്തിലും ഈ ഒരു US ഭീഷണിക്ക് മുമ്പിൽ കീഴടങ്ങില്ല എന്ന് മദുറോ പറയുന്നു. അതിന് തക്ക സൈനിക സാന്നിധ്യം തങ്ങളും ഒരുക്കുകയാണ് എന്നാണ് പറയുന്നത്. ഒരർത്ഥത്തിലും ഡൊണാൾഡ് ട്രംപിന് മുമ്പിൽ മുട്ടുമടക്കാൻ ഇല്ല എന്ന് പറയുന്നു. കഴിഞ്ഞ തവണ എല്ലാം നമ്മൾ കണ്ടതാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും നിക്കോളാസ് മദുറോയുടെ തെരഞ്ഞെടുപ്പ് അത് അട്ടിമറിയാണ് എന്നും അതിന് പിന്നിൽ പലതരത്തിലുള്ള ബാഹ്യ ഇടപെടലുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപും അല്ലെങ്കിൽ US ഭരണകൂടം എല്ലായ്പ്പോഴും അത് ശ്രമിക്കാറുള്ളത്. പക്ഷെ അപ്പോഴെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് നിക്കോളാസ് മദുറോ വീണ്ടും അധികാരത്തിലേറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. പക്ഷെ ഇനി അത് അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ പോകുന്നു. കഴിഞ്ഞ മാസം പുറത്തു വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം CIA തന്നെ കൃത്യമായി നിക്കോളാസ് മദുറോയെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വന്നിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെയുള്ളൊരു സംഘർഷത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് പോകുന്നത്. സുഹൈൽ, തുടരുക. മറ്റു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടിയുണ്ട്. എന്തായാലും വെനസ്വേലയുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ ആകപ്പാടെ ഒരു സംഘർഷം വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. പലതരത്തിലുള്ള 8 യുദ്ധങ്ങൾ വരെ താൻ അധികാരത്തിൽ വന്നപ്പോൾ യുദ്ധസമാനമായ സാഹചര്യം ഒഴിവാക്കി എന്ന് അവകാശപ്പെടുന്ന ട്രംപ് തന്നെയാണ് ഈ സംഘർഷങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് അല്ലെങ്കിൽ നേതൃത്വം വഹിക്കുന്നത് എന്നുള്ളത് അതിന്റെ ഒരു വിരോധാഭാസം കൂടിയാണ്.